ചുമ്മാതിരുന്ന് ചീട്ട് കളിച്ചായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു. അപ്പോഴാണ് വെറുതെ ഒരാവേശം, ഒരു നൈറ്റ് ഡ്രൈവ് പോയാലോ എന്ന്. അങ്ങനെ രാത്രി ഒരു 10:30-11 മണിക്ക് നമ്മൾ അബുദാബിയിൽ നിന്ന് എങ്ങോട്ട് പോകുമെന്നുള്ള തീരുമാനം എടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. എവിടെ പോകണം? അല്ലൈൻ പോകണോ, ജബൽ ജെയ്സ് പോകണോ, ജബൽ അഫീത്ത് പോകണോ, അങ്ങനെ എവിടെ പോകണം? ഒരു ലോങ് ഡ്രൈവാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, ഒരു ഓവർനൈറ്റ് ഡ്രൈവ്. ഷഹാമേന്നൊരു ഷവർമയും കഴിച്ച് തീരുമാനമെടുത്തു ജബൽ ജെയ്സിൽ പോവാന്ന്. റാസൽ ഖൈമ ജബൽ ജെയ്സ് മൗണ്ടെയിൻ ടോപ്പ് പോയിട്ട് സൂര്യോദയം കണ്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ വീട്ടിൽ പോയി ചെറുതായി പെട്ടിയും കിടക്കയും തലാണിയും കുറച്ച് കുടിവെള്ളവും എല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. റാസൽ ഖൈമയിൽ ജബൽ ജെയ്സ് മൗണ്ടെയിൻ ടോപ്പിലോട്ട്. എന്നത്തിനാ? സൂര്യോദയം കാണാൻ. അപ്പം സൂര്യനെ കണ്ടിട്ട് വരാം. അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ ദുബായ് കരാമയാണ് ഗൈസ്. കരാമ ഫുൾ ഓൺ ആയിരുന്നു. സമയം രാത്രി 1:30-1:45 കരാമ ഇസ് ഫുൾ ഓൺ. അങ്ങനെ നമ്മൾ ഡെസ്ലിൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് മെമ്മറൈസിൽ കോലൈസ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ കരാമേന്ന് ഒരു ചായ എല്ലാം കുടിച്ചു. പക്ഷേ നല്ലൊരു ചായ ഒന്നും കിട്ടിയില്ല ഗൈസ്. ചായ ഫ്ലോപ്പായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിൽ കടകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ കുറേ ഫുള്ളായിരുന്നു, ഷട്ടർ തത്തി അങ്ങനെ. പക്ഷേ കരാമ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ ടൈമിലാണെങ്കിലും. കണ്ടോ, സമയം 1:37, പാതിരാത്രി കോലൈസ് വാങ്ങിച്ച് കഴിക്കുന്ന പ്രാന്തന്മാരെയാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ച് പിന്നെ ഒരു ചായയും കുടിച്ച് കരാമേന്ന് അടുത്ത സ്പോട്ടായ ഷാർജയിലോട്ട് വണ്ടി വിട്ടു. കരാമ കഴിഞ്ഞല്ലേ, ചായ കുടിച്ചു, ഡസ്ലിൻ സ്പെഷ്യൽ ഐസ്ക്രീം കഴിച്ചു, കോലൈസ് കഴിച്ചു. പക്ഷേ അത് സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചായ കുറച്ച് ഫ്ലോപ്പായിരുന്നു, എനിക്ക് സ്ട്രോങ് ടീ ആയിട്ടേത് കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കരാമ വിട്ട് അടുത്ത ലൊക്കേഷൻ ആയിട്ടുള്ള നെക്സ്റ്റ് എമിറേറ്റ് ഷാർജ അല്ലേ. ബാക്കിലൊരു കുറഞ്ഞു. അങ്ങനെ നമ്മൾ ഷാർജ വിട്ട് അജ്മാനായി. അങ്ങനെ മനസ്സിലായി. അങ്ങനെ നമ്മളിവിടെ വണ്ടിയെ കുളിപ്പിക്കാൻ ഇറക്കിയേക്കുവാ. വണ്ടിയെ കുളിപ്പിക്കാൻ ഇറക്കി നമ്മളൊന്ന് നടന്ന് റിലാക്സ് ചെയ്ത്. ഇപ്പോൾ സമയം 3:18. അങ്ങനെ നമ്മൾ റാസൽ ഖൈമ എമിറേറ്റിലെത്തി. എന്തുവാ അമേരിക്കാനോ എന്നൊക്കെ പറയണോ? എന്തോ അതാണോ നിങ്ങളുടെ ഐസ്ഡ് പീച്ച് ടീ? സ്പെഷ്യൽ മാക്പോപ്സ്. ഓൾമോസ്റ്റ് 4:30 ആയപ്പോഴേക്കും നമ്മൾ ജബൽ ജെയ്സ് മല കയറാൻ തുടങ്ങി ഗൈസ്. അപ്പം നമ്മൾ മേലോട്ട് കയറാൻ തുടങ്ങിയാണ്. കുറേ പേര് വഴിയിൽ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സമയം 4:40 ഗൈസ്. ചെറുതായി ഉറക്കമൊക്കെ വരുന്നുണ്ട്. 5:34 സൂര്യോദയം കാണാൻ വേണ്ടി അബുദാബിയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. നമ്മൾ വെയിറ്റ് ചെയ്ത് സൂര്യൻ നിന്നാൽ മതിയായിരുന്നല്ലേ. ഫൈനലി അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് ജബൽ ജെയ്സ് എത്തി. നല്ല വ്യൂ കിട്ടി. ആൾക്കാർ അവിടെയൊക്കെ പോയി ക്യാമ്പ് ചെയ്യുന്നു. എൻ്റെ അമ്മേ,
ശരിയാട്ടോ, അത് ഇറങ്ങി ഇറങ്ങി പോകുന്നൊക്കെ. നമുക്ക് നമ്മുടെ ഹോസ്റ്റിനെ തന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു ജബൽ ജയ്ഷ്? വളരെ മനോഹരമായി. തലേണ വെച്ചെടുക്കാം നമുക്ക്. കുറ്റാക്കൂരിയുടെ പെട്ടതാണ് ഇങ്ങനെ എടുക്കാതെ. എന്തായിരുന്നു ജബൽ ജയ്ഷിൽ വരാനുള്ള എന്തായിരുന്നു ജബൽ ജയ്ഷിൽ വരാനുള്ള മോട്ടിവേഷൻ? സുപ്രഭാതല്ലേ, നട്ടപ്പാതിരക്ക് തോന്നി. ഓർത്തില്ല. സൂര്യനെ കാണാനാണ് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് സൂര്യനെ കണ്ടോ? സൂര്യൻ ഒഴിച്ച ബാക്കി എല്ലാരെയും കണ്ടു. സൂര്യനെ കാണാൻ പറ്റിയില്ല. പറ്റിയ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടും. നമ്മുടെ പാട്ട് സെറ്റപ്പില്ലായിരുന്നോ? ഇനി കണ്ണെന്താ ചോർന്നിരിക്കുന്നത്? ഇങ്ങനെ ചോക്കോ? ചെറുതായിട്ട് ഉറങ്ങാത്തത്. കണ്ണിൽ ഇവിടെ ഇങ്ങനെ വെളിച്ചടിക്ക് നമുക്ക് ഒരു വെളിച്ചുണ്ടാവും. ഇതെല്ലാം കാണുന്നുണ്ടാ? നമ്മളെ പാട്ട് സിസ്റ്റം തലാണൊക്കെ എടുത്തിട്ട് ഈ സാധനത്തിന് കൂടി വലിപ്പം വേണമല്ലേ? ഒരാൾ കേറിപ്പോ നോക്ക്. ഇയാളുടെ ഒരു കസേര അടിച്ച് നമ്മളെങ്ങ് ഒടുക്കി വിടും. രാത്രി പോയപ്പോ ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. സൈക്കിൾ എന്റെ ചെവി ഇങ്ങനെ ഇതാവുന്നു. ഞാൻ വിചാരിച്ചത് വേറെ എന്തോ സംഭവം. ഇതെന്തോ വേറെ ആർക്കും വെച്ച പോലെ തൊപ്പിയായിട്ട് വെക്കല്ലേ? ഇതിന്റെ ഉറക്കിന്റെ ക്ഷീണം കൊണ്ട് എനിക്കടുത്ത തിരക്കും കഴിച്ചു. എന്റെ മസാല ശരിക്കും നീ എന്നെ എന്താ ഇഡ്ഡലി വാങ്ങാൻ കാരണം? കാരണം എപ്പോഴും ദോശയല്ലേ വാങ്ങാറ്? അങ്ങനെ ഞങ്ങൾ റോഡ് ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പം തിരിച്ചെത്തി, വീട്ടിലെത്തി, കുളിച്ചു. പിന്നെ ഇനി കിടന്നുറങ്ങണം ഗൈസ്.
ആദ്യമായിട്ടാണ് ഞാൻ ഓവർനൈറ്റ് ഉറങ്ങാതെ ഒരു ഫുൾ നൈറ്റ് ഉറങ്ങാതെ ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പിന് പോകുന്നത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എമിറേറ്റും കവർ ചെയ്തു. ഉമൽ ക്വൈൻ, അജ്മാൻ, റാസൽ ഖൈമ, അബുദാബി, ഷാർജ, ദുബായ് എല്ലാം കവർ ചെയ്തു. ബട്ട് ഓവർനൈറ്റ് തൊട്ട് ഉറങ്ങാതെ എല്ലാ സ്ഥലത്തും നിർത്തിയൊക്കെ പോയി. അങ്ങനെ ഒരു അടിപൊളി നൈറ്റ് ഡ്രൈവ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് അവർ താഴെ എത്തി. അവർ താഴെ നിന്ന് തന്നെ പോയി. എല്ലാവരും ഉറക്കം കൊണ്ട് സഹിക്കാൻ വയ്യാതിരിക്കുമായിരുന്നു. അവർക്ക് ഇനി അബുദാബി എത്തണം. അത് കഴിഞ്ഞ് നമ്മൾ എത്തി. എനിക്ക് ഏട്ടൻ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. രണ്ടുപേർക്കും ഇനി കുളിച്ചിട്ട് ഒരു ഉറങ്ങണം. അത്രയുമായി. എൻ്റെ കണ്ണൊക്കെ കണ്ടോ, രാത്രി മുഴുവൻ ഉറങ്ങാനിട്ട് ഫുൾ പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി ഗുഡ് നൈറ്റ്, നാളെ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ബൈ.